അളിയോ ആ 10 ഏക്കർ എന്തായാലും എഴുതി വാങ്ങണം. അതെന്തായാലും വരട്ടെ. ആ നീ വന്നാ വാ വാ വാ. ഞാൻ നിന്നെക്കുറിച്ച് ഇവനോട് പറഞ്ഞോണ്ടിരിക്കല്ലേ, നീ വാക്ക് പാലിക്കാത്തവനും കഴിവ് കേട്ടവനാണ്. അളിയന്മാര് രണ്ടുപേരും ഉണ്ടല്ലോ, എന്നോടെന്തിനാ വരാൻ പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ 10 ഏക്കർ വീട് എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് എഴുതി വെക്ക്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, അത് എൻ്റെ പേരിൽ എഴുതിയാലും മതി. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും വേണ്ട വിധം എഴുതി വെച്ചിട്ടാണ് പോയത്. അതിലേറ്റവും കൂടുതൽ വാങ്ങിച്ചതും അളിയാണ്. എനിക്കും അമ്മയ്ക്കും കൂടി ആകെയുള്ള മണ്ണ, അതും കൂടി തരണമെന്ന് പറഞ്ഞാ നടക്കാത്ത കാര്യം വല്ലതും പറയാതെ എൻ്റെ വിവരം കെട്ട അളിയാ. നീ എവിടെ വന്ന് ആരോടാ സംസാരിക്കുന്നറിയോ? നീ ഈ ഉത്സവത്തിന് മുമ്പ് അത് നമ്മുടെ വീട്ടിൽ രജിസ്ട്രേഷൻ ചെയ്തു, ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിന് മുകളിൽ തല കാണൂല. പിന്നെ നിന്റെ പുന്നാര പെങ്ങൾ, അവളെയും ഞാൻ കൊല്ലും. അങ്ങനെ അളിയൻ ഏതോ ലേഡിയെ തല്ലി ഇപ്പം സസ്പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കുകയല്ലേ. ആ ചൊരുക്ക് എൻ്റെ പെങ്ങളെ മുകളിൽ കൊട്ടി തീർത്താ ആ കൊട്ട് ഞാനിങ്ങ് ഊരുവേ. ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തൽ അത് വേണ്ട. എൻ്റെ പെങ്ങളുടെ മുകളിൽ ഒരു തരി മണ്ണ് വീണ സീ വിടുവേ.